ഇന്ന് നമുക്ക് മലയാളത്തിലെ ചില അക്ഷരങ്ങൾ അറബിയിൽ എങ്ങനെ എഴുതുമെന്ന് നോക്കാം. നമ്മൾ ഷദ് കൊടുത്ത് എഴുതുന്ന ഷദ് ഇരട്ടിപ്പ് കൊടുത്ത് എഴുതുന്നതാണ് ഇവിടെ പറയുന്നത്. ആദ്യം ബ എന്ന് എഴുതാൻ ബ് എന്ന ശബ്ദമുള്ള അക്ഷരം എഴുതുക. അതിന് മുകളിൽ ഷദ് കൊടുക്കുക. ഷദ് എന്ന് പറഞ്ഞാൽ എന്തുവായിരുന്നു? ഇരട്ടിക്കുന്നത്. ഷദ് എന്ന് പറയുമ്പോൾ നമ്മൾ മലയാളത്തിലെ ധ എഴുതത്തില്ലേ, നാ തിരിച്ചിടുന്ന ധ, അതുപോലെ ചെറിയൊരു ചിഹ്നം അക്ഷരത്തിന് മുകളിൽ കൊടുക്കും. അപ്പോൾ ബാന് ഷദ് കൊടുത്ത് കസറ് കൊടുക്കുമ്പോൾ ബി എന്ന് വായിക്കും. അടുത്തത് ഉകാരം ലമ്മ കൊടുക്കുമ്പോൾ ബു എന്ന് വായിക്കും. ബ ബി ബു എഴുതിയിരിക്കുന്നുണ്ടോ? ബ ബി ബു, മൂന്നാമത്തെ വരിയിൽ ബു. അടുത്തത് നമുക്ക് ത എങ്ങനെ എഴുതുന്നതെന്ന് നോക്കാം. ത എഴുതി ഫത്തഹ് ഇടുമ്പം ത. അതേസമയം ത എഴുതി അതിനൊരു ഷദ് കൊടുത്ത് ഫത്തഹ് ഇടുമ്പം ത ഇരട്ടിക്കും. ത കണ്ടോ? അടുത്ത പോലെ തന്നെ നമ്മൾ എന്ത് എഴുതാം? ത എഴുതി കസറിടുമ്പോൾ ഇത്തി എന്ന് വായിക്കാം. തി. ത ഷദ് കസർ തി. അടുത്തത് നോക്ക്. ത ഷദ് ലമ്മ തു. അടുത്ത ജീമ് ഷദ് ഫത്തഹ് ജ ജ ജ. അടുത്തത് ജീമ് ഷദ് കസർ. അപ്പം എന്ത് വായിക്കാം? ജി. അടുത്തത് ജീമ് ഷദ് ലമ്മ ജു. ജ ജി ജു എഴുതുന്നുണ്ടോ? അടുത്തത് ദാല് ഷദ് ഫത്തഹ് ദ. ദാല് ഷദ് കസർ ദി. ദാല് ഷദ് ലമ്മ ദു. ഇനി നമുക്ക് ക എന്നെഴുതാം. കാഫ് ഷദ് ഫത്തഹ് ക. കാഫ് ഷദ് കസർ കി. കാഫ് ഷദ് ലമ്മ കു. ലാം ഷദ് ഫത്തഹ് ല. ലി. ഇല്ലു. ഇല്ലി വരുമ്പോൾ സെല്ലി, ഇല്ലു വരുന്നത് കുല്ലു എന്നൊക്കെ അറബിയിൽ വാക്കുകളുണ്ട്. കുല്ലു ലു. ലാമ് ഷദ് ലാമ് ലു. അപ്പം ഇല്ല ഇല്ലി ഇല്ലു. അടുത്തത് യാ. യാ ഇന് ഷദ് ഫത്തഹ് ഇടുമ്പോൾ ഇയ. ഇയ ഈ യു ഒക്കെ അറബിയിൽ ഇഷ്ടംപോലെ ഉപയോഗിക്കുന്നതാണ്. ഈ. യാ ഷദ് കസർ യു. യാ ഷദ് ലം
യു. അയ്യുഹന്നാസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അയ്യുഹ യു. അടുത്ത നോക്ക്, നൂന് ഷദ് ഫത്തഹ് ന. ണ എന്ന അക്ഷരം അറബിയിലില്ല, അപ്പം പിന്നെ അത് എഴുതേണ്ട കാര്യമില്ല. ഇന്ന. ഇന്നി ഇന്നി എന്നൊക്കെ അർത്ഥം വാക്കുകളുണ്ട്. അടുത്തത് നു. നൂന് ഷദ് ലമ്മ് നു. അടുത്തത് വ വി വു. വാവ് ഷദ് ഫത്തഹിടുമ്പോൾ വ, വാവിന് ഷദ്ദിട്ട് കസറിടുമ്പോൾ വി, വാവിന് ഷദ്ദിട്ട് ലമ്മിടുമ്പോൾ വു. സീന് ഷദ് ഫത്തഹ് സ. സ. സീന് ഷദ് കസർ സി. സീന് ഷദ് ലം സു.